അസ്സലാമു വറഹ്മത്തുള്ളാഹി. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ എയ്ഡഡ് പദവി നൽകിയതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ തലവാചകമാണിത്. കാന്തപുരത്തെ ഒപ്പം നിർത്താൻ സർക്കാർ എന്ന്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗത്തിന്റെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണെന്നും ഈ ഒരു ചികിത്സാ രീതിക്ക് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് വേണ്ടി സർക്കാരിന്റെ ഫണ്ടിൽ നിന്നും വേതനം ഉറപ്പാക്കേണ്ടതില്ല എന്നുമാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത്. ആയുർവേദം, ഹോമിയോപ്പതി, അലോപ്പതി തുടങ്ങിയ ചികിത്സാ രീതികളെ പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണല്ലോ യുനാനി. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജാണ് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ്. 2015 ആരംഭം കുറിക്കുന്നത്. ഇതുവരെ 3 ബാച്ചുകളിൽ നിന്നായി 300-ലധികം ഡോക്ടർമാർ പുറത്തിറങ്ങുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്ടർമാരായി സേവനം നടത്തുകയും ചെയ്യുന്നുണ്ട്. NCISM അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അംഗീകാരത്തോടു കൂടിയാണ് 2015 മുതൽ ഇങ്ങോട്ടേക്ക് മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ ഇതുവരെ ആയുർവേദ മേഖലയിൽ 2ഓളം സ്ഥാപനത്തിനും ഹോമിയോപ്പതി മേഖലയിൽ 3ഓളം സ്ഥാപനത്തിനും നൽകപ്പെട്ടതായ ഈ എയ്ഡഡ് പദവി 2500-ലധികം വർഷം പഴക്കം പാരമ്പര്യമുള്ള ലോകത്തെ ജാതിമത ഭേദമന്യേ പല ആളുകളും ഉപയോഗിക്കുന്ന അത്രയും പാരമ്പര്യവും ഉപയോഗവുമുള്ള യുനാനി ചികിത്സാ രീതിക്ക് നൽകുമ്പോൾ എന്തിനാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത്ര കണ്ണുകടിയെന്ന് മനസ്സിലാകുന്നില്ല.